മലയാളത്തിലൊരു ക്ലാസിക് റിവെഞ്ച് സിനിമയാണ് ഇതാ ഇവിടെ വരെ. പി പത്മരാജൻ്റെ നോവലിനെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ തിരക്കഥയെഴുതി IV ശശി സംവിധാനം ചെയ്ത 1977 ഓണക്കാലത്തിറങ്ങിയ സിനിമ. സോമനും മധുവും തുല്യ പ്രാധാന്യത്തിൽ വരുന്ന ഈ സിനിമയിൽ അന്നത്തെ നായകരായിരുന്ന ഇവർ രണ്ടുപേരും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചിരുന്നത്. തുടക്കത്തിൽ തന്നെ ഇതാ ഇവിടെ വരെ ഒരു നോസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്നു. തനിച്ച് കുറച്ച് ബാഗേജുകളുമായി വരുന്ന ചിത്രകാരനായ സോമൻ ഒരു കടവിലെ തോണിക്കാരനെ വിളിച്ചുണർത്തുന്നു. പിന്നീട് സൂപ്പർ സ്റ്റാറായി തീർന്ന ജയനാണ് ആ തോണിക്കാരൻ. ജയനോട് സോമൻ പോവാം എന്ന് മാത്രം പറയുന്നു. എങ്ങോട്ടാണെന്ന് 2 പ്രാവശ്യം ജയൻ ചോദിക്കുമ്പോൾ സോമൻ അക്കരെ ചൂണ്ടിക്കാണിച്ചിട്ട് ദാ ഇവിടെ വരെ എന്ന് പറയുന്നു. ദേവരാജൻ മാഷിൻ്റെ നോസ്റ്റാൾജിക് സംഗീതത്തോടൊപ്പം ടൈറ്റിലിനോടൊപ്പം യൂസഫ് അലി കച്ചേരി രചിച്ച് യേശുദാസ് പാടുന്ന ഇതാ ഇതാ ഇവിടെ വരെ എന്ന ഗാനം ആരംഭിക്കുന്നു. സോമൻ്റെ കുട്ടിക്കാലത്ത് ചെറുപ്പക്കാരനായ മധു സോമൻ്റെ അച്ഛൻ ഉമറിനെയും അമ്മ കവിയൂർ പൊന്നമ്മയും വെട്ടിക്കൊല്ലുന്നു. ആ നാടുവിട്ടോടുന്ന സോമൻ മധുവിനെ പ്രതികാരം ചെയ്യുന്നതാണ് സിനിമ. അക്കാലത്തെ സിനിമകളിൽ ഈ കൊലപാതകമായിരിക്കും ആദ്യം കാണിക്കുന്നത്. പിന്നെ ബാലനായ നായകൻ്റെ ഓടുന്ന കാലുകൾ, പിന്നെ ടൈറ്റിൽസും, പിന്നെ നായകൻ്റെ തിരിച്ചുവരവും. ഇതാ ഇവിടെ വരെ. ഇവിടെ ഇത് ഫ്ലാഷ് ബാക്ക് ആയാണ് കാണിക്കുന്നത്. സോമൻ അവിടെ എന്തിനു വരുന്നു ആദ്യം മനസ്സിലാകുന്നില്ല. കൃതഹസ്തനായ പത്മനാഭൻ സാറിൻ്റെ പേനയിലൂടെ ഒഴുകി വരുന്നത് കവിത നിറഞ്ഞ സംഭാഷണമാണ്. നാട്ടിൽ പുതിയതായി വരുന്ന വിശ്വനാഥനെ കാണുമ്പോൾ പലരും എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കും. എല്ലാവരോടും സോമൻ ഒരേ മറുപടി പറയുന്നു, ദാ ഇവിടെ വരെ. ഒരു സാധാരണ സംഭാഷണത്തെ മലയാളത്തിലെ ഒരു ക്ലാസിക് സിനിമയുടെ ടൈറ്റിലാക്കി മാറ്റി അദ്ദേഹം. പൈലി മാപ്പിളയായി വരുന്ന മധു നാട്ടിലെ ടെററാണ്. ഒരു ചാരായ ഷാപ്പിൽ വെച്ചാണ് മധുവും സോമനും ആദ്യം കാണുന്നത്. സോമനോട് മധു പറയുന്നു, ഈ സ്ഥലം സ്വല്പം പെശകാണ്. സോമൻ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു, ഞാനും. അവർ പിന്നീട് സുഹൃത്തുക്കളാകുന്നു. മറ്റൊരു രംഗത്ത് മധു സുഹൃത്തായ സണ്ണിയെ സോമന് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനെ, പേര് കേട്ട ചട്ടമ്പിയാണ്. സണ്ണി സിനിമയിലൊരു കേടിയാണ്. ചട്ടമ്പി തരത്തിൽ പേര് കേട്ട ആളെന്ന ഡയലോഗ് മലയാള സിനിമയിൽ വേറെ കേട്ടിട്ടില്ല. കുതിരക്കാരൻ ചൂളമിട്ടാൽ പറന്നെത്തുന്ന കുതിരയെപ്പോലെ വാക്കുകൾ പത്മനാഭൻ സാറിൻ്റെ പേനയിലെത്തുന്നു. നിരൂപകൻ പൂജിച്ചാലും കണ്ണു തുറക്കാത്ത വാക്കുകൾ എഴുത്തുകാരനെ അന്വേഷിച്ച് ചെല്ലുന്നു. ചിത്രത്തിൽ 3 നായികമാരുണ്ട്: ജയഭാരതി, വിധുബാല, ശാരദ. പിന്നീട് സീമയായ ശാന്തി ഒരു ഗാനത്തിൽ നൃത്തമാടുന്നുണ്ട്. മധുവിൻ്റെയും ശാരദയുടെയും മകളാണ് ജയഭാരതി. കാശുകാരനായ പൈലി ശാരദയുടെ അമ്മയായ മീനയോട് മകളോടുള്ള ഇഷ്ടം പറയുന്നു. എൻ്റെ മകൾ എന്ന ഒരൊറ്റ ദൂഷ്യം മാത്രമേ അവൾക്കുള്ളൂ എന്ന് മീന തേങ്ങളോട് പറയുന്നു. നഷ്ടബോധം വാക്കുകളിലൂടെ പത്മരാജൻ ഈ രംഗത്ത് വരയ്ക്കുന്നു. കഴിവുണ്ടായിട്ടും ജീവിതകാലം മുഴുവൻ അംഗീകരിക്കപ്പെടാത്ത ചിത്രകാരനായ വാൻകോക്ക് തൻ്റെ ഒരു ചിത്രം ആർക്കെങ്കിലും സമ്മാനിച്ചിട്ട് പറഞ്ഞു കാണും, ഞാൻ വരച്ചു എന്ന ഒറ്റക്കുറവേ ഈ ചിത്രത്തിനുള്ളൂ എന്ന്. പ്രതികാരമായി സോമൻ മധുവിൻ്റെ മകൾ ജയഭാരതിയെ പിഴപ്പിക്കുന്നു. താറാവുകൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നു. ഒടുവിൽ ഒരു മഴയിൽ 2 പേരുടെയും സംഘടന നടക്കുന്നു. പുഴയിൽ വെള്ളം പൊങ്ങുമ്പോൾ മധു സോമനെ രക്ഷിക്കുന്നു. പക്ഷേ ഒഴുക്കുവെള്ളം മധുവിനെ കടലിലേക്ക് കൊണ്ടുപോകുന്നു. പൈലി മരിക്കുന്നു. താൻ കൊല്ലാൻ വന്ന ആളുടെ കയ്യിൽ നിന്നും തന്നെ സോമന് ജീവൻ ദാനം കിട്ടുന്നു. ക്ലൈമാക്സിൽ മധുവിൻ്റെ ചേട്ടൻ ബഹദൂറും ജയഭാരതിയും നാടുവിടാൻ ഒരുങ്ങുമ്പോൾ സോമൻ കുറ്റബോധത്തോടെ അവിടെ വരുന്നു. സോമനെ കണ്ട മാത്രയിൽ തന്നെ വിശ്വനാഥനെ മനസ്സിലാക്കിയിരുന്നതായി പറയുന്നു ബഹദൂർ.
സോമൻ ജയഭാരതിയോട് പറയുന്നു, നിന്നെ പഴിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ, നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. ജയഭാരതിയെ ഭാര്യയാക്കാമെന്ന് പറയുമ്പോൾ ജ്വലിച്ചുകൊണ്ടുള്ള മറുപടി, എൻ്റെ പട്ടി വരും എന്നാണ്. സിനിമ തീരുമ്പോൾ ഒരു പൊങ്ങുതടിയായി സോമൻ ഒരു തോണിയിലിരിക്കുന്നു. കഥ ആദ്യം കാണുന്നത് കാഥികനാണ്. എഴുത്തുകാരൻ്റെ പേനയിലൂടെ വരുന്ന വാക്കുകൾ വായനക്കാരൻ്റെ മനസ്സിൽ ചിത്രമുണ്ടാക്കുന്നു. ചലച്ചിത്രം ആദ്യം കാണുന്നത് സംവിധായകനായിരിക്കും. പത്മരാജൻ്റെ വാക്കുകളെ ജീവനോടെ കണ്ട് IV ശശി സാർ അതിമനോഹരമായി ചിത്രീകരിച്ചു ഇതാ ഇവിടെ വരെയിൽ. രണ്ടുപേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവർ മറ്റേതെങ്കിലും ലോകത്തിരുന്ന് ചിത്രങ്ങൾ രചിക്കുന്നുണ്ടാവാം.